കോതമംഗലം മാമലക്കണ്ടത്ത് കടുവയുടെ സാന്നിധ്യം കണ്ട പ്രദേശങ്ങളിൽ കൂടുതൽ നിരീക്ഷണ ക്യാമറകൾ സ്ഥാപിക്കുന്നതിനും തുടർച്ചയിൽ കൂട് സ്ഥാപിക്കാനും തീരുമാനം. ആന്റണി ജോൺ എംഎൽഎയുടെ നേതൃത്വത്തിൽ വനം വകുപ്പ് ഉദ്യോഗസ്ഥരും ജനപ്രതിനിധികളും സ്ഥലം സന്ദർശിച്ചു. മാമലക്കണ്ടത്ത് താലിപ്പാറ, ചാമപ്പാറ, കാര്യാട് എന്നീ പ്രദേശങ്ങളിലാണ് കഴിഞ്ഞ 5 ദിവസങ്ങളിലായി കടുവയുടെ സാന്നിധ്യം കണ്ടതായി ജനങ്ങൾ പറയുന്നത്. റബ്ബർ വെട്ടിക്കൊണ്ടിരിക്കുമ്പോൾ കടുവ തോട്ടത്തിൽ വന്നു, പിന്നെ അവിടെ വെട്ട് നിർത്തി തിരിച്ചു പോരുകയായിരുന്നു. കടുവ തന്നെയാണ് ഈ പൊക്കമുള്ള ഒരു കടുവ തന്നെയാണ്. ആദ്യമായിട്ടാണ് സംഭവം? ആദ്യമായിട്ടാണ് റബ്ബർ വെട്ടുന്ന തോട്ടത്തിലൊക്കെ ആദ്യമായിട്ടാണ്. ശരിക്കും പേടിച്ചു, എങ്ങനെ രക്ഷപ്പെടും, ഇനിയിപ്പോൾ എല്ലാവരും ഇതുപോലെ കാണാൻ പറ്റുമോ എന്നൊക്കെ ഓർത്ത് ശരിക്കും പേടിച്ചു. കാരണം അത് പിടിച്ചു എന്ന് തന്നെയാണ് വിചാരിച്ചത്. ചാടിച്ചാടിയാണ് പുറകെ വന്നത്. ഞങ്ങൾ ഓടിച്ചു. ഞങ്ങൾ അടുത്ത പറമ്പ് വരെ വന്നു, പുറകെ തന്നെ വന്നു, കല്ലൊക്കെ ഉരുണ്ട് വന്നു പുറകെ. അവിടെ വരെ വന്ന ശേഷം പിന്നെ ഞങ്ങൾ കണ്ടില്ല. പിന്നെ കുറേ പൊടികളും കാര്യങ്ങളും ഒക്കെ ഉണ്ടായിരുന്നു. പുറകോട്ട് നോക്കാൻ പേടിച്ചിട്ട് ഞങ്ങൾ ഓടുമായിരുന്നു. ഈ പ്രദേശങ്ങളിൽ നിലവിൽ സ്ഥാപിച്ചിട്ടുള്ള ക്യാമറകൾക്ക് പുറമെ കൂടുതൽ ക്യാമറകൾ സ്ഥാപിച്ച് നിരീക്ഷണം ശക്തമാക്കുന്നതിനും തുടർച്ചയിൽ കൂട് സ്ഥാപിക്കുന്നതിനും തീരുമാനിച്ചു. കടുവയുടെ സാന്നിധ്യം കണ്ടതായി പറയുന്ന പ്രദേശങ്ങളിൽ ആന്റണി ജോൺ എംഎൽഎയുടെ നേതൃത്വത്തിൽ വനം വകുപ്പ് ഉദ്യോഗസ്ഥരും ജനപ്രതിനിധികളും സ്ഥലം സന്ദർശിച്ചു. ഈറ്റ വെട്ടാൻ പോയ സമയത്ത് കടുവയെ കണ്ടതായി പറയുന്നത്. അപ്പോൾ അതിൻ്റെ തുടർച്ചയിൽ പിറ്റേ ദിവസം തന്നെ വനം വകുപ്പിൻ്റെ നേതൃത്വത്തിലൂടെ 2 ക്യാമറകൾ സ്ഥാപിച്ചിട്ടുണ്ട്. അപ്പോൾ ഇന്ന് ആ ക്യാമറയിൽ നിന്ന് നമ്മൾ മെമ്മറി കാർഡ് എടുത്ത് അടിയന്തരമായി ഈ 3-4 ദിവസത്തെ വിഷ്വൽ കൃത്യമായി പരിശോധിക്കുന്നതിനും ആ പരിശോധനയിൽ ഈ കടുവയുടെയോ മറ്റേതെങ്കിലും മൃഗങ്ങളുടെയോ സാന്നിധ്യം കണ്ടിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും വളരെ അടിയന്തര നടപടികൾ തന്നെ സ്വീകരിക്കണമെന്നുള്ള ഒരു നിർദ്ദേശമാണ് വനംവകുപ്പിന് കൊടുത്തിട്ടുള്ളത്. വാർഡ് മെമ്പർമാരായ ശ്രീജ ബിജു, സൽമ പരീദ്, മുൻ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് PM കുഞ്ഞുമോൻ, കുട്ടമ്പുഴ റേഞ്ച് ഓഫീസർ സഞ്ജയ് കുമാർ, നേര്യമംഗലം റേഞ്ച് ഓഫീസർ JN KS, ആരോമൽ MS, ജോബി വട്ടമറ്റം, MV ദേവസ്യ എന്നിവർ MLAയോടൊപ്പം ഉണ്ടായിരുന്നു. പന്നിയാണ് ഈ ഇറങ്ങി വരുന്ന കരിയില ഇറങ്ങി വരുന്ന സൗണ്ട് കേട്ടപ്പോൾ ഞാൻ ലൈറ്റ് അടിച്ച് നോക്കിയപ്പോൾ ഇവിടെ വന്നിട്ട് തിരിഞ്ഞു വന്നപ്പോൾ 2 തീവന്ന പോലെ 2 കണ്ണ കാണും. അങ്ങനെയാണ്. എന്ന് എത്ര സെക്കൻഡ്? ഒരു മിനിഞ്ഞാന്ന് വൈകിട്ട് 8:45 സമയം. ഞങ്ങളവിടെ വീട്ടിൽ വർത്താനം പറഞ്ഞിരിക്കുകയായിരുന്നു. എത്ര മണി? 8:45 രാത്രി വൈകിട്ട്. ന്യൂസ് ബ്യൂറോ, കോതമംഗലം. വുഡ്, മോഡുലാർ, ഇന്റീരിയർ, സ്റ്റീൽ, സോഫാസ് എന്നീ ഫർണിച്ചറുകൾ ഒറ്റ ഫാക്ടറിയിൽ ഉൽപ്പാദിപ്പിക്കുന്ന ഏക സ്ഥാപനം. ആർക്കിടെക്ചറൽ ആൻഡ് ട്രഡീഷണൽ ഡിസൈൻസ് ആവശ്യാനുസരണം നിർമ്മിച്ചു കൊടുക്കുന്നു. നിങ്ങളുടെ സ്വപ്ന ഭവനം ഒരു സ്റ്റേറ്റ് ഓഫ് ആർട്ടാക്കുവാൻ വിശ്വസ്തയോടെ എന്നും നിങ്ങളോടൊപ്പം. ഇറമ്പത്ത് ഇറ ഫർണിച്ചർ, കോട്ടപ്പടി, കോതമംഗലം. ഇനി കൂത്താടകുളത്ത്.